ഓരോ വീക്കിലും റിവിഷൻ എക്സാം ഇടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രീവിയസ് വീക്സിൽ നമ്മൾ എന്താണോ പഠിച്ചത് ആ പഠിച്ച പോർഷൻസ് കൂടി ഉൾക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈ റിവിഷൻ ടെസ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യും അല്ലേ? നമ്മൾ എന്തായാലും പഠിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ എക്സാമിന് പങ്കെടുത്തേ മതിയാവും. അപ്പോൾ പങ്കെടുക്കുന്ന സമയത്ത് നമുക്കൊരു മാർക്ക് ലിസ്റ്റ് ഇടും. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖില വിപിൻ. HSST നോട്ടിഫിക്കേഷൻ വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും നിങ്ങൾ അല്ലേ? ഇനി HSST നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്നൊന്ന് വിചാരിച്ച് കളഞ്ഞേക്കരുത്. കാരണം അത്രമാത്രം ടോപ്പിക് ഉണ്ട്. ഒരു എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞാൽ, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് 6 മാസത്തിനകം എക്സാം നടക്കും. പിന്നെ നിങ്ങൾക്ക് അതിനിടയ്ക്ക് എത്ര പ്രാവശ്യം പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ഉണ്ടാവും? ഇനി അഥവാ പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 2-3 തവണയൊക്കെ നമുക്ക് റിവിഷൻ ചെയ്യാനുള്ള സമയം കിട്ടും. പക്ഷേ ഒരു എക്സാമിന് തൊട്ട് മുമ്പ് നിങ്ങൾ എന്തായാലും ഒരു 4-5 തവണയെങ്കിലും റിവിഷൻ കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ. HSC എക്സാം എഴുതിയപ്പോൾ നിങ്ങളിൽ പലർക്കും ഒരു പ്രാവശ്യം കൂടി ഒന്ന് റിവിഷൻ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എങ്ങനെ പോയാലും ഒരു 70 മാർക്കിലോട്ട് സുഖമായിട്ട് എത്താമായിരുന്നു എന്ന് നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടില്ലേ? എത്ര ദിവസം നിങ്ങൾ അതിന് വേണ്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു റിവിഷൻ ടൈം കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് എത്ര ദിവസം നിങ്ങളുടെ ഉറക്കം പോയിട്ടുണ്ടാവും? എത്രമാത്രം ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും അല്ലേ? എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും? ആ വിഷമങ്ങളൊന്നും ഈ ഒരു HSST എക്സാമിൽ നിങ്ങൾ തേടിയെത്താതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും റിവിഷൻ മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും എത്രമാത്രം റിവിഷൻ ചെയ്തോ അതിനനുസരിച്ചാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരിക അല്ലേ? നമുക്ക് നെഗറ്റീവ് കുറച്ച് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് വേണം? ആ എഴുതുന്ന ആൻസറിൽ നമുക്ക് നല്ലൊരു ഉറപ്പുണ്ടാവണം. ഈ ആൻസർ കറക്റ്റാണ്, ഇതിനകത്തൊരു നെഗറ്റീവ് വരാൻ എനിക്ക് ഒരു സാധ്യതയും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉറപ്പിച്ച് എഴുതാൻ സാധിക്കൂ. നെഗറ്റീവ് കുറച്ച് കൊണ്ടുവരുന്ന എപ്പോഴും നമുക്ക് എങ്ങനെയായിരിക്കും? ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമ്മളൊരു എക്സാം എഴുതി നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനൊന്നും നമുക്ക് വിചാരിക്കേ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? പതിയെ ഓരോ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നെഗറ്റീവ് മാർക്ക് കുറച്ച് വേണം നിങ്ങൾ എപ്പോഴും കൊണ്ടുവരാനായിട്ട്. ആദ്യത്തെ തവണ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് വെറും 2 മാർക്കാണ് കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. സാരമില്ല, അത് മതി. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന 2 ആൻസറേ ഞാൻ എഴുതിയിട്ടുള്ളൂ, അതവിടെ ഇരുന്നോട്ടെ. അത് നിങ്ങൾക്ക് ഒട്ടും ഒരു നഷ്ടമേ അല്ല. രണ്ടാമത്തെ തവണ എഴുതുമ്പോഴേക്കും 4 മാർക്കാണ് കിട്ടിയിട്ടുള്ളൂ, മതി, ആയിക്കോട്ടെ. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഒരു 50-50 ചാൻസിൻ്റെ പേരിൽ ഒരിക്കലും ഒരു നെഗറ്റീവ് മാർക്ക് വരാനായിട്ട് ഒരിക്കലും ഇടവരുത്തരുത്. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഇടയില്ലാതെ, അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്കാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് കുറച്ച് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഒരുപാട് എക്സാംസ് അറ്റൻഡ് ചെയ്യണം അല്ലേ? ഒരുപാട് എക്സാംസ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ നെഗറ്റീവ് മാർക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നന്നായിട്ട് ഇപ്പോൾ കഴിഞ്ഞു പോയ HSC നാച്ചുറൽ സയൻസിലാണെങ്കിലും നമ്മുടെ കുട്ടികൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ പറ്റിയ മിസ്സേ, ഞാൻ നന്നായിട്ട് എനിക്ക് 100% ഉറപ്പ് തോന്നുന്ന ക്വസ്റ്റ്യൻസേ ഞാൻ എഴുതിയിട്ടുള്ളൂ എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് കിട്ടിയ ഒരു പ്രാക്ടീസിൻ്റെ ബേസിസിലാണ് അല്ലേ? തീർച്ചയായിട്ടും അതാണോ അല്ലയോ എന്നുള്ള ഒരു രണ്ടാമതൊന്ന് ആലോചിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവർ ആൻസർ എഴുതിയിട്ടേ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് അവരതങ്ങനെ എഴുതായിരുന്നെന്ന് മനസ്സിലായോ? തീർച്ചയായിട്ടും അവർക്ക് കിട്ടിയൊരു പ്രാക്ടീസിൻ്റെ ബേസിലാണ്. അപ്പോൾ നമ്മൾ ഏതൊരു എക്സാം എഴുതാൻ പോകുമ്പോഴും ഇത്രയും അധികം പ്രാക്ടീസോട് കൂടി വേണം എന്ത് ചെയ്യാനായിട്ട്? എക്സാം എഴുതാനായിട്ട് പോകുന്നത് അല്ലേ? അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് കാണുമ്പോൾ ഇത് ശരിയായിരിക്കും, ഇതിന് ഏകദേശം ഈ ആൻസറിനോട് ചേർന്നാണ് വരാൻ സാധ്യതയുള്ളത്. ആ സാധ്യതയുള്ളത് എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും? ബബിൾസ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് HSST എക്സാമിൻ്റെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ HSSTൻ്റെ കട്ട് ഓഫ് മാർക്കൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? വളരെ കുറച്ച് കട്ട് ഓഫ് മാർക്കേ HSST എക്സാമിന് വരാറുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്ത് തന്നെ 38.4 ഉള്ളൂ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്, അല്ല 34.88 അത്രയ്ക്കാണ് കട്ട് ഓഫ് മാർക്ക് വരാറ്. അപ്പോൾ ഇത്രയും കുറച്ച് കട്ട് ഓഫ് മാർക്ക് വരണമെങ്കിൽ അല്ലേ? അപ്പോൾ ഓൾമോസ്റ്റ് കുട്ടികളൊക്കെ എത്ര റേഞ്ചിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക, ആൻസർ എഴുതിയിട്ടുണ്ടാവുക? അപ്പോൾ തീർച്ചയായിട്ടും ആ കുറഞ്ഞ കട്ട് ഓഫിലോട്ട് നിങ്ങളെ എത്തിക്കുന്നത്, പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ, ആ കട്ട് ഓഫിലോട്ട് നിങ്ങളെ എത്തിക്കുന്നത് തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസാണ്. ആ പ്രാക്ടീസ് ഏറ്റവും നന്നായിട്ട് ഞങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കും എന്നെനിക്ക് 100% ഉറപ്പുണ്ട്. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം CCയിലേക്ക്. CCയിൽ HSST സുവോളജിയുടെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻറ്റുകളെല്ലാം, ഇപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1 ആണ് ഞാൻ എടുക്കുന്നത്. ആ മൊഡ്യൂൾ 1ൻ്റെ എന്തെല്ലാം കണ്ടൻറ്റാണോ നിങ്ങൾക്ക് വേണ്ടത്, ഏതെല്ലാം രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, ഏത് രീതിയിലാണോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, ആ രീതിയിലുള്ള പ്രാക്ടീസും നമ്മുടെ റിവിഷനും എല്ലാം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ദിവസത്തെ CCയിലെ ഒരു ടൈം ടേബിൾ, അല്ലെങ്കിൽ ഒരു ദിവസത്തെയല്ല ഒരാഴ്ചത്തെ CCയിലെ ഒരു വർക്കൗട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെയാണ് CCയിൽ ഒരാഴ്ച ഞങ്ങളുടെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിക്കുന്നത് നമുക്ക് നോക്കാം. ഇതാണ് HSST സുവോളജിയുടെ ഒരാഴ്ചത്തെ ടൈം ടേബിൾ. ഈ ഒരാഴ്ചത്തെ 1, 2, 3, 4, 5, 6, 7 ഇട്ടിരിക്കുന്നത് ഇത് നമ്മുടെ ഒരു 1 വീക്ക് വരുന്ന ടൈം ടേബിളാണ്. ഈ ആഴ്ച പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മൊഡ്യൂൾ 2 ആണ്, ഫിസിയോളജിയാണ് മൊഡ്യൂൾ 2. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏത് വീഡിയോ ആണ് നിങ്ങൾ കാണേണ്ടത്. അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഡൈജഷൻ ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, രണ്ടാമത്തെ ദിവസം ഡൈജഷൻ ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ പാർട്ട് 6, മൂന്നാമത്തെ ദിവസം ഡൈജഷൻ ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ 7, അടുത്തത് ഡൈജഷൻ ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ 8, അടുത്തത്
ലാർജ് ഇൻറ്റസ്റ്റൈൻ 1, ലാർജ് ഇൻറ്റസ്റ്റൈൻ 2, ദെൻ പിന്നെ ഇത്രയുമാണ് 6 ദിവസത്തെ നമ്മുടെ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ എന്തുകൂടി പോകും, ജനറൽ പാർട്ട് കൂടി പോകും അല്ലേ. നമുക്കറിയാം 2 പാർട്ടുകളുണ്ട് നമുക്ക്, ഒരു ജനറൽ പാർട്ടും ഉണ്ട്, ഒരു കോർ ഏരിയസും ഉണ്ട്. ഇപ്പോൾ കോർ ഏരിയ ആണ് ഞാൻ പറഞ്ഞത്, ഈ പഠിക്കുന്ന എല്ലാ ദിവസവും നിങ്ങൾ എന്തിനു കൂടി ഫോക്കസ് ചെയ്തേ മതിയാകും, ആ ജനറൽ പാർട്ടിന് കൂടി ഫോക്കസ് ചെയ്തേ മതിയാവും. ആ ജനറൽ പാർട്ടിൽ നിങ്ങൾ ഓരോ ദിവസവും എന്താണ് പഠിക്കേണ്ടതെന്നും വളരെ വ്യക്തമായിട്ട്, ഏത് വീഡിയോ ആണ് കാണേണ്ടതെന്നും വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ടൈം ടേബിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു കുട്ടി, എന്നാൽ നിങ്ങളൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക, അപ്പോൾ രാവിലെ നിങ്ങൾക്ക് മെൻറ്ററിൻ്റെ ഇതൊരു മെസ്സേജ് ഇല്ലെങ്കിൽ ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് എല്ലാ ആഴ്ചകളിലും ഞായറാഴ്ച വൈകുന്നേരം നിങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടാവും. ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ഒരാഴ്ചത്തെ ടൈം ടേബിൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് മെൻറ്റർ ഒരു കോൾ കൂടി തരും, കോളല്ല ഒരു മെസ്സേജ് കൂടി തരും. ആ മെസ്സേജിനകത്ത് ഇന്നത്തെ ദിവസം നിങ്ങൾ പഠിക്കേണ്ടത് ഇത്ര മാത്രമാണ്, ഇതിൻ്റെ നോട്ട് എവിടെയാണ് കിടക്കുന്നത്, എവിടെയാണ് ക്ലാസ് കിടക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കൂടി നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും വൈകുന്നേരത്തെ ഒരു അനാലിസിസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരാൾ നമ്മളോട് പറയുകയാണ്, നിങ്ങളിത് പഠിച്ചേ മതിയാവും, ഇന്ന് നിങ്ങളിത് തന്നെ പഠിക്കണം കേട്ടോ കുട്ടികളെ എന്നൊക്കെ ഇങ്ങനെ നമ്മളോട് ഒരാൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പറയുകയെന്ന് വിചാരിച്ചു. 1-2 ദിവസം നമ്മൾ കേട്ടില്ല എന്ന് അടിക്കും അല്ലേ. 3-ാമത്തെ ദിവസം തീർച്ചയായിട്ടും അയ്യോ ഈ മിസ് കുറേ ദിവസം കൊണ്ട് പറയുവാണല്ലോ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചു തുടങ്ങും. നേരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഒരാൾ നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പഠിച്ചു തുടങ്ങാനുള്ളൊരു മനസ്സ് കാണിക്കും. പഠിച്ചു തുടങ്ങി ഒരു ട്രാക്കിലോട്ട് എത്താൻ എങ്ങനെ പോയാലും ഒരു 2-3 ആഴ്ച പിടിക്കും അല്ലേ. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ആദ്യത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പഠിക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല, ചിലപ്പോൾ 2-ാമത്തെ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ പഠിക്കാൻ കുറേശ്ശെ പഠിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരു 2-3 ആഴ്ചയായിരിക്കും ആ ഒരു ട്രാക്കിലോട്ട് വന്ന് എത്തിപ്പെടാനായിട്ട് വേണ്ട ഒരു സമയം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് നിങ്ങളൊരു കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ട്രാക്കിലോട്ടൊന്ന് വന്ന് നമ്മുടെ ഒരു സിസ്റ്റത്തിനോടൊപ്പം നിങ്ങൾ പോകുമ്പോൾ എങ്ങനെ പോയാലും എന്ത് ചെയ്യും, ഒരു 3-4 ആഴ്ച പിടിക്കും. അപ്പോൾ നമ്മൾ ഒട്ടും സമയം കളയരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അല്ലേ. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളോടൊപ്പം നമ്മുടെ രീതിയിൽ, നമ്മുടെ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ നിങ്ങളെ കൂടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം മുതലേ ഇതിൻ്റെ ഒരു പാർട്ടാവണം. എന്നാലല്ലേ ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് കൂടി സഞ്ചരിക്കാനായിട്ട് സാധിക്കൂ. അതേസമയം ഇടയ്ക്ക് വന്ന് കയറുമ്പോഴേക്കും എന്താ പറ്റും, നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ആദ്യം മുതലുള്ള, കാരണം നിങ്ങളിനി വന്ന് ചേരുമ്പോൾ ഈ പോർഷൻസ് എല്ലാം നമ്മൾ എടുത്തു തരും, അല്ലാതെ ഒരിക്കലും ഈ പോർഷൻസ് ഒന്നും എടുത്തു തരില്ല എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ എവിടെ നിന്നാണോ തുടങ്ങുന്നത് അല്ലെങ്കിൽ എവിടെയാണോ നിർത്തിയിരിക്കുന്നത് അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് ആയിരിക്കും കാണാൻ പറയാം. പക്ഷേ അതിനോടൊപ്പം നിങ്ങളോട് എന്തുകൂടി പറയും, ഇതിനോടൊപ്പം ഓരോ വീഡിയോ കൂടി കഴിഞ്ഞ വീക്കിലുള്ള ഏതെങ്കിലും ഒരു പോർഷൻസ് കൂടി നിങ്ങൾക്ക് തരും, എന്ന് വെച്ചാൽ ഒരു അഡീഷണൽ നോട്ട്സ് കൂടി. അപ്പം നമുക്കെന്ന് വെച്ചാൽ ഇത്രയും പോർഷൻസ് പഠിക്കണം, പിന്നെ അതിൻ്റെ കൂടി ഒരു അഡീഷണൽ നോട്ട്സ് കൂടി. കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല കുട്ടികളെ, നമുക്ക് കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടായാൽ മാത്രം മതി. എത്ര പോർഷൻസ് ഇവിടെ എടുത്തു പോയാലും നിങ്ങൾക്ക് അത് കവർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്കറിയാം HSST ആണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ വെറുതെ ഒരു ഡൈജഷൻ ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നതിനകത്ത് എത്രമാത്രം കാര്യങ്ങളുണ്ടാവും അതിനകത്ത് പഠിക്കാനായിട്ട് അല്ല. നമ്മൾ വെറുതെ ഒരു HSCക്ക് പഠിച്ച പോലെയാണോ പഠിക്കേണ്ടത്? അല്ല, തീർച്ചയായിട്ടും അല്ല, അങ്ങനെയല്ല പഠിക്കേണ്ടത്. വളരെ ഡീപ്പായിട്ട് പഠിക്കണം. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യും, വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇനി അവിടെ നിന്ന് 7-ാമത്തെ ദിവസം അത് സൺഡേ ആയിരിക്കും അല്ലേ. തീർച്ചയായിട്ടും സൺഡേ ഈ പറഞ്ഞിരിക്കുന്ന പോർഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നടത്താം, ഒരു റിവിഷൻ ടെസ്റ്റ് നടത്തും. ആ റിവിഷൻ ടെസ്റ്റിൽ ഇതിപ്പോൾ നമുക്ക് 3-ാമത്തെ ആഴ്ചയാണ് ഈ റിവിഷൻ ടെസ്റ്റ് പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നടക്കുന്ന അല്ലെങ്കിൽ ഈ വരുന്ന ഞായറാഴ്ച നടക്കുന്ന റിവിഷൻ ടെസ്റ്റിൽ ആ വീക്കിലെ കാര്യങ്ങൾ ആയിരിക്കും ഒരു 60% എവിടെയായിരിക്കും, ആ ലാസ്റ്റ് വീക്കിൽ ഏറ്റവും കാരണം ആ പ്രസൻറ്റ് വീക്കിലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ പഠിക്കേണ്ടത്. പക്ഷേ അതിനോടൊപ്പം എന്തുകൂടി ചെയ്യും, അതിന് തൊട്ട് മുമ്പുള്ള വീക്കിലുള്ള പോർഷൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്യും. എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല പറഞ്ഞത്, എന്നാലും അതിനകത്തൊന്ന് ഒരു 5% ക്വസ്റ്റ്യൻസ് കൂടി വരും. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ മറന്നു പോകാതെ വേണം, ആ പോർഷൻസിനോടുള്ള ടച്ച് നമുക്ക് ഒരിക്കലും മിസ്സായി പോകാൻ പാടില്ല അല്ലേ. ഇല്ലെങ്കിൽ നമ്മൾ ഈ മൊഡ്യൂൾ 2 പഠിച്ച് മൊഡ്യൂൾ 3 വന്ന് 4 വരുമ്പോഴേക്കും 1 പഠിച്ച കാര്യങ്ങളും 2 പഠിച്ച കാര്യങ്ങളും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഗതി വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ വീക്കിലും റിവിഷൻ എക്സാം ഇടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രീവിയസ് വീക്സിൽ നമ്മൾ എന്താണോ പഠിച്ചത് ആ പഠിച്ച പോർഷൻസ് കൂടി ഉൾക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈ റിവിഷൻ ടെസ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യും അല്ലേ. നമ്മൾ എന്തായാലും പഠിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ എക്സാമിന് പങ്കെടുത്തേ മതിയാവും. അപ്പോൾ പങ്കെടുക്കുന്ന സമയത്ത് നമുക്കൊരു മാർക്ക് ലിസ്റ്റ് ഇടും അല്ലേ. ഇതുപോലൊരു മാർക്ക് ലിസ്റ്റ് എല്ലാ വീക്കെൻഡിലും ഞങ്ങൾ പബ്ലിഷ് ചെയ്യും.
എക്സാം എഴുതുന്നവരുടെ മൊത്തം മാർക്ക് ലിസ്റ്റ് എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. ഇത്ര അല്ലാത്ത കുട്ടികളുള്ളത് ഇനിയുമുണ്ട്. ഞാൻ ഇതിനകത്ത് ആദ്യത്തെ കുറച്ച് പേരുടെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 20ലാണ് നമ്മൾ മാർക്ക് ഇപ്പോൾ കൊടുക്കുന്നത്, 20 മാർക്കാണ്. പിന്നെ എന്ത് ചെയ്യും, അടുത്ത വീക്കൊക്കെ ആകുമ്പോഴേക്കും, അടുത്ത മന്ത് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ 50 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എഴുതി തുടങ്ങും. പിന്നീട് ഓരോ മാസം എൻഡ് ആകുമ്പോഴേക്കും ആ എൻ്റർ പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസിനുള്ള മോഡൽ എക്സാംസ് പോലെ നടത്തും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ എക്സാംസും നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഓരോ വീക്കിലും നമ്മളൊരു എക്സാംസ് എഴുതുകയാണ് അല്ലേ. ഇത് ഒരു കോർ ഏരിയാസ് മാത്രമല്ല വരിക, ഇത് നമ്മുടെ സബ്ജക്റ്റ് മാത്രമല്ല, ഇതിനകത്ത് എന്തുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ജനറൽ പേപ്പർ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വേണം നിങ്ങൾ പഠിച്ചു പോകാനായിട്ട്. അങ്ങനെ ഓരോ ആഴ്ചയിലും നമ്മൾ ഓരോ എക്സാംസ് എഴുതും. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം കിട്ടുന്ന മാർക്ക് അത് നമ്മൾ കൺസിഡർ ചെയ്യേ വേണ്ട. നമുക്ക് ആദ്യം ഫുൾ മാർക്ക് കിട്ടണമെന്നൊന്നും ആരും വാശി പിടിക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമുക്ക് 2 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. 2 മാർക്കേ എനിക്ക് 100% അറിയാമെങ്കിൽ ആ 2 മാർക്ക് മതി. അങ്ങനെ നമ്മളൊരു 3-4 മാസം കൊണ്ട് നെഗറ്റീവ് നന്നായിട്ട് കുറയ്ക്കാൻ നിങ്ങൾ എന്താവും, ട്രെയിൻഡ് ആകും. പിന്നീട് നിങ്ങൾക്ക് എത്ര ടെൻഡൻസി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യില്ല, ആ നെഗറ്റീവ് മാർക്ക് നിങ്ങൾ മാർക്ക് ചെയ്യുകയില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, HSST സംബന്ധിച്ച് ഒരു ഹൈ മാർക്കിലോട്ടൊന്നും ഒരിക്കലും ഒരു എക്സാംസിൻ്റെ സ്കോർ എത്താറില്ല. നിങ്ങളൊരു 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് 40 നമുക്ക് 100% ഉറപ്പായിട്ടുള്ളതല്ലേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ആ 40 മാർക്ക് മതി നിങ്ങൾ വളരെ സിമ്പിളായിട്ട് എവിടെ കയറാനായിട്ട്, ലിസ്റ്റ് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള എക്സാംസും അതുപോലെയുള്ള അത് മാത്രമല്ല, ഈ ഒരു മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ്. എനിക്ക് കുറവ് മാർക്കാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, തൊട്ട് മുമ്പിലുള്ള മാർക്കുള്ള കുട്ടികളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ പഠിക്കുന്നത് എത്രമാത്രം ഉണ്ട്, ഇല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെക്കാളും എനിക്ക് മാർക്ക് കുറവാണല്ലോ, ഇല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നത് ശരിയാണോ എന്നെല്ലാം അനലൈസ് ചെയ്യാനായിട്ട് എന്ത് സഹായിക്കും, തീർച്ചയായിട്ടും ഈ മാർക്ക് ലിസ്റ്റ് നമ്മളെ സഹായിക്കും അല്ലേ. എപ്പോഴും നമുക്ക് ഒരേ റേഞ്ചിൽ തന്നെ കിടന്നാൽ മതിയോ, പോരാ. തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ആ ഇമ്പ്രൂവ്മെൻറ്റ് അവിടെ ഉണ്ടാവും. നിങ്ങൾ തീർച്ചയായിട്ടും കയറി വരും. അങ്ങനെ കയറി വന്ന് എന്ത് ചെയ്യും, മാക്സിമം മാർക്കിലോട്ട് നിങ്ങളെ എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ ഈ ഒരു രീതി ഫോളോ ചെയ്യാനൊന്നും ഇരിക്കേണ്ട, ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോളുക. അപ്പോൾ LHSST പഠനത്തിനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. നെഗറ്റീവ് മാർക്കുകൾ കുറച്ച് പഠിച്ച് എന്നാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടിലോട്ട് എത്താൻ സാധിക്കൂ. അതുപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും അല്ല കണ്ടന്റ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ടോപ്പിക്കോ അല്ലെങ്കിൽ സിലബസ് കാണുമ്പോൾ വളരെ കുറച്ചുള്ളല്ലോ എന്നൊക്കെ നമുക്ക് മനസ്സിൽ തോന്നും. വളരെ കുറച്ചല്ല ഉള്ളത്, വളരെ കൂടുതലാണ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. കാരണം ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും ഒരു റൗണ്ടെങ്കിലും ഒന്ന് ആ സിലബസിലൂടെ മൊത്തത്തിലൊന്ന് കവർ ചെയ്യാനുള്ള സമയം കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യല്ലേ, തീർച്ചയായിട്ടും ഞാനും ഉണ്ടാവും ആ ടീമിൽ. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ള താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്